പ്രേമിച്ച പെണ്ണിനെ പെണ്ണ് കാണാൻ പോവാ. ട്വിൻ ബേബീസ് ആണ്, ഒരു ഗേൾ ബേബിയും ബോയ് ബേബിയും. നാളെ നമ്മുടെ മാരേജ് ആണ്. ഇത്രയും വർഷം പ്രേമിച്ചിട്ട് 5 വർഷം. ഹായ്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ലവ് സ്റ്റോറി ചോദിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ആലോചിച്ചു, എൻ്റെ ലവ് സ്റ്റോറി അങ്ങനെ പറയാൻ പാകത്തിനുണ്ടോ, ഇനി അങ്ങനെ പറഞ്ഞാലും ആരെങ്കിലും വിചാരിക്കും ലൈക്ക് ഇവരുടെ ലവ് സ്റ്റോറി ഇപ്പോൾ ആർക്കാ കേൾക്കട്ടെ, അങ്ങനെയുണ്ട്. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് സജഷൻ ചോദിക്കുമ്പോൾ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് നാട്ടിലെത്തിയിട്ട് ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ നാട്ടിലെത്തിയിട്ടും ചെയ്യാതിരുന്നപ്പോൾ കുറച്ച് പേര് ചോദിച്ചു വീഡിയോ എത്ര നാളായി ചോദിക്കണമെന്നൊക്കെ. ബട്ട് നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. നാട്ടിൽ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിലിരിക്കലും വളരെ ചുരുക്കമാണ്. ഇന്ന് ഓരോരോ കാര്യങ്ങളായിട്ട് പുറത്തായിരിക്കും. ഇന്ന് നിങ്ങൾ ചോദിച്ച ലവ് സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇപ്പോഴും സമയമില്ലതാ. ഒരാൾ ഉറക്കി ഒരാളെ ചേച്ചിയുടെ വീട്ടിൽ കൊടുത്തിട്ട് നിതുവിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് കിട്ടുന്ന സമയത്താണത് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2017 ഏപ്രിലാണ് നമ്മൾ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അതിനു മുമ്പ് നമ്മളെങ്ങനെ പരിചയപ്പെട്ടതെന്ന് പറയാം. ഇപ്പോൾ 2016 ഡിസംബർ എൻഡ് ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു പോയിന്റ്. ആ ഒരു സമയമായപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവളെ വിസിറ്റ് ചെയ്യാൻ പോയി. കാരണം ഞങ്ങൾ വെറുതെ സംസാരിക്കാനായിട്ട്. ഓൾറെഡി ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം അവൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവളായിട്ട് വെറുതെ സംസാരിച്ചിരിക്കാൻ അവളുടെ അടുത്ത് പോയപ്പോൾ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. എൻ്റെയും നിതുവിൻ്റെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരൊക്കെ ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പം എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടാണ്, നിതുവിൻ്റെയും ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വെറുതെ ഫേസ്ബുക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കോമൺ ഫ്രണ്ടിൻ്റെ പ്രൊഫൈലിൽ നിതുവിൻ്റെ പിക്ക് ഞാൻ കണ്ടു. അപ്പം ഞാൻ ആളോട് ചോദിച്ചു ഇതാരാണ്, ഫ്രണ്ടാണോ എന്ന് ചോദിച്ചു. അപ്പം ആടി ഫ്രണ്ടാണ്, ഇന്ന എൻ്റെ കൂടെ പഠിച്ചതാണ്, ഇന്ന തന്നെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ആ കേസ് വിട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ആള് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആള് എന്നെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ നിതുവിൻ്റെ അടുത്ത് പറഞ്ഞു, ആളെ നിതുവിനെ പറ്റിയുള്ള കാര്യം എൻ്റെ അടുത്തും പറഞ്ഞു. പക്ഷെ അപ്പോഴും നമ്മള് ഞാൻ അതിനുശേഷം ആ കാര്യം വിട്ടുവിടും. ഞാനിത് ആരാ, ഇവര് ഒരുമിച്ചുള്ള പിക്ക് കണ്ടപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഇതാരാണ്, ഫ്രണ്ടാണോ ഞാൻ ചോദിച്ചു. ഞാൻ ആ കാര്യം അവിടെ ചോദിച്ചു കഴിഞ്ഞു. പക്ഷെ ആളിത് അവിടെ പോയി എന്താ പറഞ്ഞെന്നുള്ളത് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാനൊരു ദിവസം കോളേജില് ഫസ്റ്റ് ഇയർ ആർട്സ് ഫെസ്റ്റ് നടക്കുന്ന സമയമായിരുന്നു. ആ സമയം ഇപ്പം ഞാൻ സ്കൂളിൽ ഈ സ്പോട്ട് കൊറിയോ ഡാൻസിന് അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അതിന് വേണ്ടി റെഡി ആവുമോ അങ്ങനെ എന്തോ ആണ്. അന്നത്തെ ദിവസം ഈവനിങ് ആയപ്പം എൻ്റെ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ ഒരു മെസ്സേജ് വരുന്നത്, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അപ്പം ഞാനിങ്ങനെ ഹായ്. അപ്പം എനിക്കറിയാലോ നിതു, എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ആളറിയാം. അപ്പം ഇതിൽ ഹായ് എന്ന് പറഞ്ഞു. എന്നോട് ഫസ്റ്റ് എന്താ ചോദിച്ചത് അറിയോ? എൻ്റെ അടുത്ത് ഫസ്റ്റ് എന്നെ പറഞ്ഞത് ഇന്നാള് ഇന്ന ഫ്രണ്ട് അവൻ പറഞ്ഞല്ലോ എന്നെ ഇഷ്ടമാണ്. അവൻ എന്നോട് പറഞ്ഞ കാര്യമാണ് അങ്ങനെ. പക്ഷെ ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് ആരാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ ഈ ഇഷ്ടമാണ് ക്രഷ് ആണെന്നൊക്കെ എൻ്റെ ഫ്രണ്ട് പോയി ആളുടെ അടുത്ത് കൂട്ടി പറഞ്ഞതാണ്. അപ്പം അങ്ങനെയാണ് നിതു എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. നിതുവിന്റെ അടുത്ത് അങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റില്ല. ചിലപ്പോ എന്നെ കുറിച്ച് ചോദിച്ചപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെന്ന് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആരാ അങ്ങനെ പറഞ്ഞേ, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചിട്ടൊരു ഉടക്കുന്നില്ല, ഇങ്ങനെ ഒരു എന്ത് പറയണം ആ ഒരു സ്ഥലത്തിലാണ് നമ്മുടെ ചാറ്റ് തുടങ്ങുന്നത് തന്നെ. അപ്പൊ എനിക്ക് എവിടെ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഈഗോ സമ്മതിക്കില്ലല്ലോ. പക്ഷെ ഞാനിത് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അല്ലാതെ നമ്മളിങ്ങനെ ഓക്കെ നമുക്ക് കാണുമ്പോൾ ഒരാളുടെ അടുത്ത് ഓക്കെ ഹീസ് ഗുഡ് അങ്ങനെ തോന്നില്ലേ, ജസ്റ്റ് അത്രേ ഉള്ളൂ. അതല്ലാതെ ഞാനിത് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യോ എൻ്റെ ഫ്രണ്ടിനോട് പിന്നെ ചോദിക്കുക അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെയാണ് നിതു എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോഴാണ് ആള് പോയി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇതാരെ ഇങ്ങനെ പറഞ്ഞേ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങളുടെ ചാറ്റ് തുടങ്ങുന്നത്. അങ്ങനെ ചാറ്റ് ചെയ്ത് ഇതൊരു നല്ല ഫ്രണ്ട്ഷിപ്പായി. അതായത് നമുക്ക് എല്ലാ കാര്യവും ശരിക്കും പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പായി. കാരണം എൻ്റെ ലൈഫിൽ നടന്ന ഇൻസിഡൻസ് ഞാൻ അധികം വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ ഞാൻ നിതുവിനോട് പറയാൻ തുടങ്ങി. നിതുവിൻ്റെ ലൈഫിലെ റിലേഷൻഷിപ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തും
ഓപ്പൺ ആയിട്ട് പറയാൻ തുടങ്ങി. അപ്പം നമ്മൾ അപ്പോഴേക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ടൈമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ അപ്പോഴേക്കും ഒരു ട്രസ്റ്റ് ബിൽഡായി. പിന്നെ ഒരു റിലേഷൻഷിപ്പ് എന്നതിലുപരി എനിക്കെല്ലാം പറയാൻ പറ്റുന്ന ഒരാള് തിരിച്ചും എല്ലാം പറയാം, അങ്ങനത്തെ ഒരു സംസാരിക്കാൻ പറ്റുന്ന ഒരാള്, അങ്ങനെ ഒരു ഇതിലേക്ക് മാറി. അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതല്ലാതെ ഒരു റിലേഷൻഷിപ്പ് ഇതിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ എന്നും മെസ്സേജ് ചെയ്യും, അങ്ങനെ അങ്ങനെ. അപ്പൊ രണ്ടുപേർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന്. പക്ഷെ ആരും ഓപ്പൺ അപ്പ് ചെയ്തിട്ടില്ല. എന്റെ മൊബൈൽ ഉണ്ട്, എന്റെ ചേട്ടന്റെ മൊബൈൽ പറഞ്ഞാൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, അതെന്റെ വീട്ടിലൊക്കെ അറിയാവുന്ന മൊബൈൽ ഞാൻ യൂസ്. അപ്പൊ അങ്ങനെ ഞങ്ങള് ചാറ്റ് ചെയ്ത് നല്ല കമ്പനി. അപ്പൊ ഞങ്ങൾ ഡെയിലി സംസാരിക്കും, മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും. നമ്പർ കൊടുത്തു. നമ്പർ കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. നിതു വർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് രാജസ്ഥാനിലേക്ക് എന്തോ ഡ്യൂട്ടിയുടെ ആവശ്യം റിലേറ്റഡ് ആയിട്ട് ഞാൻ രാജസ്ഥാനിൽ പോയതായിരുന്നു. അങ്ങനെ അവിടെ എന്താ പറയാ, അപ്പൊ അത്രയും നാളെ നമ്മൾ മെസ്സേജ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ, കോള് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ടും കൂടെ നമ്പർ ചോദിച്ചിട്ടുമില്ല. പക്ഷെ ഈ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസ്, നമുക്ക് നെറ്റ് കിട്ടാത്ത സ്ഥലമായിരുന്നു. അപ്പോ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാ ആ സമയത്ത്? അപ്പൊ നമ്പർ ഞാനല്ലേ ചോദിച്ച നമ്പർ ഞാൻ എന്റെ നമ്പർ കൊടുത്തു. ഞാൻ എങ്ങനെ മെസ്സേജ് അയച്ച് കിട്ടിയില്ല, റീപ്ലൈ കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി എന്റെ നമ്പർ ഞാൻ കൊടുത്തിരുന്നു. അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് മെസ്സേജ് അയച്ചിട്ട് കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഫ്രീ ആവുകയാണെങ്കിൽ വിളിക്കാൻ തോന്നുവാണെങ്കിൽ എന്നെ വിളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ദിവസം എൻ്റെ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ വന്നിട്ട് ഈവനിങ് വീട്ടിൽ വന്നിട്ട് നിതുവിനെ ഫസ്റ്റ് ടൈം വിളിക്കുകയാണ്. കോൾ ചെയ്തു. അപ്പോഴും ഇഷ്ടമാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, പക്ഷെ രണ്ടുപേർക്കും ഇഷ്ടമാണ്, അതറിയാം. അതിലേക്കുള്ളൊരു വഴിയിലേക്കായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചു. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ കോള് ഞാൻ മറക്കില്ല. ഇങ്ങനെ വിളിച്ചപ്പോ ഹലോ, അപ്പൊ നിതുവിന് എന്റെ നമ്പർ അറിയില്ലല്ലോ. അപ്പൊ ഹലോ, അപ്പൊ ഞാൻ അനഘയാണ്. അനഘ. അത് കഴിഞ്ഞിട്ട് അനഘാന്നല്ല എന്ന് വിളിക്കുന്നത്. ഹലോ ഹലോ അനു എന്നാണ് അത് വിളിക്കുന്നത്. ഹലോ അനു, ഞാനിപ്പോ വരാട്ടോ പറഞ്ഞു. ഞാൻ കുറച്ച് വർക്കിലായിരുന്നു. അപ്പൊ ഞാൻ വർക്കിന്റെ ഇടയിലായിരുന്നു. അപ്പോഴാണ് കോള് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അതപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് വർക്കിന്റെ ഇടയിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്ന് സംസാരിക്കുക ചെയ്ത്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് കോള്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കോൾ ചെയ്ത് സംസാരിച്ചൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിങ്ങനെ വെറുതെ നമ്മളിങ്ങനെ എന്ത് സംസാരിച്ചിട്ട് കാര്യമില്ല, എന്താണ് ആക്ച്വലി ഇത് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണോ എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി വരുത്തണമല്ലോ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ആക്ച്വലി എന്താണ് നമ്മൾ തമ്മിൽ, റിലേഷൻഷിപ്പാണോ എങ്ങനെയാ? അപ്പം ഇത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വീട്ടിൽ പറഞ്ഞാൽ എന്തായിരിക്കും റെസ്പോൺസ്, അച്ഛൻ്റെ അടുത്തേക്ക് സംസാരിച്ച് എന്തായിരിക്കും റെസ്പോൺസ്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോഴൊന്നും വീട്ടിൽ പറയാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്നുള്ളൂ. എൻ്റെ കോഴ്സൊക്കെ കഴിയാറാകുമ്പോഴാണ് എനിക്ക് വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തായാലും നടത്തി തരും. വീട്ടിലങ്ങനെ ഒരു വലിയ പ്രശ്നമാവുന്നു, എന്നാലും എതിർപ്പുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ബിക്കോസ് ഒരു ലവ് മാരേജ് അത്രത്തോളം ഓപ്പൺ ഒന്നുമല്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ എതിർപ്പുണ്ടാവും, പെട്ടെന്നൊന്നും സമ്മതിക്കില്ല, എന്തായാലും ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴേക്കും പറയാം, ഇപ്പൊ എന്തായാലും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആളും അപ്രോച്ച് ചെയ്ത് നോക്കി നമുക്കിത് മുന്നോട്ട് പോയിട്ട് ഫാമിലിയിൽ പറയാം എന്നുള്ളൊരു രീതിയിലാണ് നിതു എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അതൊരു റിലേഷൻഷിപ്പിലേക്ക് കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഫോൺ വിളി തുടങ്ങിയിട്ട് ഒരു ദിവസം നൈറ്റ്, ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, രാത്രി ഫോൺ ചെയ്തിട്ട് ഫോൺസ് അന്ന് 2 ഫോൺ ഉണ്ടായിരുന്നു. ഒന്ന് കീപാഡ് പഴയ ടൈപ്പ് മൊബൈലും പിന്നെ ഒരു സ്മാർട്ട് ഫോണും. അതില് സ്മാർട്ട് ഫോണിൽ ഫോൺ വിളിച്ച് സംസാരിച്ച് ചാർജും കഴിഞ്ഞ് രാത്രി 10:30 ഒക്കെ എന്തോ ഫോൺ ചെയ്യാൻ തുടങ്ങിയിട്ട് വെളുപ്പിന് 4 മണി വരെ. അതൊക്കെ നല്ല ഓർമ്മകളല്ലേ. അതിപ്പോഴും മറക്കാൻ പറ്റില്ല. കുറേ നേരം സംസാരിച്ച് ലാസ്റ്റ് എന്റെ ഫോൺ സ്വിച്ച് ഓഫ്. എന്റെ ഫോണിൽ അന്നാണെങ്കിൽ ഞാൻ ചേട്ടന്റെ പഴയ ഫോൺ യൂസ് ചെയ്യുന്നത്. അതിലാണെങ്കിൽ ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോകും. അത് ചാർജ് കുത്തിയിടും, പിന്നെയും സംസാരിക്കും, പിന്നെ വിളിക്കും. അങ്ങനെ ഉറങ്ങാതെ സംസാരിച്ചൊരു നൈറ്റ് ആയിരുന്നു അത്. ഒട്ടും മറക്കാൻ പറ്റാത്തൊരു നൈറ്റ് ആയിരുന്നു. കാരണം ആ നൈറ്റ് ആയിരിക്കും നമ്മൾ കുറെ അങ്ങോട്ടും കുറെ കാര്യങ്ങൾ പരസ്പരം അറിഞ്ഞതും ആ ദിവസം തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് നിതു എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ ലീവ് കഴിഞ്ഞിട്ട് വർക്ക്, അന്ന് എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? ആഗ്രയിലായിരുന്നു. അപ്പം ഞാനിപ്പം ആഗ്രയ്ക്ക് തിരിച്ചു വന്നിട്ടുള്ളൂ. നമ്മൾ ജനുവരിക്ക് ആയിട്ടോ ഈ സംഭവമൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ജനുവരിക്ക് ആയി. കാരണം ഡിസംബറിൽ നമ്മൾ ജസ്റ്റ് മെസ്സേജ് അയച്ച് ഇതായിട്ടുള്ളൂ അല്ലേ, ജസ്റ്റ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും 2017 ജാനുവരി ആയി.
അപ്പോഴേക്കാണ് നമ്മൾ റിലേഷൻഷിപ്പിലാവുന്നത് 2017 ഒക്കെ ആയപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഓക്കെ ഞാനിപ്പോൾ വന്നുള്ളൂ, ആഗ്രയ്ക്ക് തിരിച്ചു വന്നിട്ടുള്ളൂ, ഇനി ഞാൻ ഏപ്രിലാണ് വരുന്നത്, ആ സമയത്ത് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം, കാരണം നമ്മൾ കാണാതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അന്ന് നമ്മൾ വീഡിയോ കോൾ പോലും ചെയ്തിട്ടില്ല, ജസ്റ്റ് രണ്ടുപേരുടെ ഫോട്ടോസ് ഡയറക്റ്റ് കണ്ടിട്ടില്ല. എനിക്ക് എന്റെ ഫ്രണ്ടാണ് എന്നാ പറയാ ഫോട്ടോ കാണിച്ചു തന്നത്. ഫോട്ടോ അയച്ചിട്ടുണ്ട്. എന്ത് ധൈര്യത്തിലാണ് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. അന്ന് വീഡിയോ കോൾ പോലും കണ്ടിട്ടില്ല. മേ ബി ഞാൻ ആ സമയത്ത് 19-20 എനിക്ക് 20 വയസ്സാവുന്നുള്ളൂ. അന്നത്തെ മെച്യൂരിറ്റി ആണോ അതൊന്നും എനിക്കറിയില്ല. ബിക്കോസ് ഇന്നാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാതെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവില്ല. അന്ന് ഇത്രയും തിങ്ക് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഇന്നത്തെ പോലെ റെഡ് ഫ്ലാഗ് ആണോ ഗ്രീൻ ഫ്ലാഗ് ആണോ അങ്ങനെയൊന്നും അത്രയും ചിന്തിക്കാനുള്ളൊരു ഇതില്ല അല്ല. ട്രൂലി ഇന്നാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അതൊക്കെ നോക്കും. പക്ഷെ അന്നെന്ന് പറയുമ്പോൾ ആ ഒരു ഏജിൽ വാട്ട് ഈസ് റൈറ്റ് ഫോർ മീ എന്ന് അറിയാനുള്ളൊരു പക്വത എനിക്കെന്നില്ലായിരുന്നു. ഇന്ന് കുറേ കുട്ടികൾക്ക് 20 ഇയേഴ്സിലൊക്കെ അത് ഉണ്ടാവും. ലക്കിലി ഇങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഇത് റെഡ് ഫ്ലാഗ് ആയിരുന്നെങ്കിൽ ലൈഫ് ചിലപ്പോൾ കോഞ്ഞാട്ടായിരുന്നു. അല്ല നമ്മുടെ ആ ഏജിൽ നമുക്ക് നമ്മുടെ റൈറ്റ് പാർട്ട്ണറെ ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആരെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് അതാരാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈസിലി ഗ്രൂം ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ഏജാണ് 19-20 എന്ന് പറഞ്ഞാൽ. കാരണം പെട്ടെന്ന് വേറൊരാൾ പറയുന്ന കാര്യത്തിനോട് നമുക്ക് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതറിയാതെ നമ്മൾ അതിനോട് യോജിച്ച് ഇതാവും. അങ്ങനത്തെ ഒരു ഏജാണ്. നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നത്? അങ്ങനെ നമ്മൾ ഏപ്രിലിൽ മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യണം. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഏപ്രിൽ 10 അതാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ ലവ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങള് കൊണ്ടാടുന്നത്. അപ്പോ എന്താ പറയാ ഫസ്റ്റ് മീറ്റാണ്. അപ്പൊ മീറ്റിന് ഞാൻ ഇവളുടെ അവിടെ എന്ന് പറയുമ്പോ ഒരു 110 കിലോമീറ്ററോളം ഞങ്ങക്ക് പോകണം. അതാണെന്നുണ്ടെങ്കിൽ അടാറ് കാലടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5-3 മണിക്കൂറൊക്കെ ട്രാഫിക് കിട്ടും. ഞങ്ങള് പോയി എന്താ പറയാ അവിടെ പെരുമ്പാവൂര് ബസ് സ്റ്റാൻഡിന്റെ അവിടെ അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ത്രൂ ഔട്ട് കോള് വരുന്നുണ്ട്, എവിടെ എത്തി. ഞങ്ങൾ പറയുന്നത് ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്, ഇപ്പൊ എത്താ. ഞാൻ എന്നിട്ട് എത്തിയത് ഒരാളൊന്നും അങ്ങനെ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റില്ല. അപ്പൊ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ണിന്ന് വെള്ളമൊക്കെ വന്ന്. ഫസ്റ്റ് മീറ്റിൽ തന്നെ ആള് കരഞ്ഞ് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു ഇത്ര സിമ്പിൾ ആണോ. ഞാനാണെങ്കിൽ ഞാൻ ഇതുവരെ നിധുവിനെ കാണാൻ പോയിട്ടുള്ളതിൽ ഏറ്റവും കോലത്തിൽ പോയിട്ടുള്ളത് ഫസ്റ്റ് മീറ്റിലായിരിക്കും. കാരണം അന്ന് അല്ലാതെ പ്രോപ്പറായിട്ട് മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്ത് പോകാറുള്ളത്. ഇത് കാണാനുള്ള ഇതിൽ എങ്ങനെയാ ഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഏറ്റവും എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ഞാൻ മീറ്റ് ചെയ്തൊരു എൻ്റെ ഒരു ലുക്കായിരുന്നു അത്. അപ്പം അങ്ങനെ പോയി അവിടെ ചെന്നിരുന്നിട്ട് എന്ത് ചെയ്താൽ വരുന്നില്ല. ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പുറത്തൊരാളെ മീറ്റ് ചെയ്യാൻ പോകും. ഇന്നിപ്പോൾ നമുക്കത് ഭയങ്കര കോമൺ ആണ്. നമ്മളിപ്പോൾ ബോയ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകും അല്ലെങ്കിൽ ഡേറ്റ് ചെയ്യാന്നുള്ളത് കുറച്ചുകൂടെ കോമൺ ആണ്. അന്ന് മനുഷ്യൻ പേടിച്ചിട്ടാണ് കാണാൻ വരുന്നത്. അപ്പോൾ അന്ന് അവിടെ ചെന്ന് നിന്നിട്ട് എനിക്കാണെങ്കിൽ ആരെങ്കിലും കാണും, എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, എന്നെ വീട്ടിൽ നിന്ന് അന്വേഷിക്കും, ഇങ്ങനത്തെ ഓരോ ടെൻഷനൊക്കെ. അപ്പോൾ ഈ വന്ന സമയത്തിനുള്ളിൽ കാണണം, കണ്ടിട്ട് കുറച്ച് നേരം സംസാരിച്ച് പോവാം അങ്ങനെയൊക്കെ വിചാരിച്ച. എനിക്കാണെങ്കിൽ ആരെങ്കിലും കാണും, അങ്ങനത്തെ ടെൻഷൻ അടിച്ച് വരണമില്ല. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇത്ര സമയത്ത് വരാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് മീറ്റ് ആയിട്ട് വന്നിട്ടുമില്ല. ആക്ച്വലി ആളുടെ മിസ്റ്റേക്ക് അല്ല, നമുക്ക് അവിടെ ബ്ലോക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനെ മീറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ വന്നു. ഞാൻ ഇങ്ങനെ നോക്കുമ്പം ഒരു റെഡ് കാറിൽ മറ്റേ എന്താ ഫ്രണ്ട്, ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ഉള്ള ആളാണ് ഡ്രൈവ് ചെയ്യുന്നത്. തൊട്ടിപ്പുറത്തെ സീറ്റിൽ ഒരു ബ്ലൂവും വൈറ്റും ഷർട്ടൊക്കെ ഇട്ട് ആ പിക്ക് എൻ്റെ ഉണ്ട്, ഞാൻ കൊടുക്കാട്ടോ. ഒരുമിച്ചുള്ള പിക്ക് കൊടുക്കാം. ഇപ്പൊ കാണുമ്പോ ഇങ്ങനെ എന്തായിരുന്നു കോലം എന്നൊക്കെ തോന്നും. അപ്പൊ എനിക്ക് കണ്ടപ്പോ ഹാൻസം അങ്ങനെ തോന്നി. ശരിക്കും ഫസ്റ്റ് ഇതിൽ എനിക്ക് അങ്ങനെ തോന്നി, ഓ ഹാൻസം. നിധുവിന് എന്താ തോന്നിയേ? പാവം കൊച്ച്. എന്നെ കുറച്ചുകൂടി കുട്ടിയായിട്ടാ തോന്നിയത്. ഇത് പറയാറുണ്ട് കേട്ടോ, അയ്യോ പാവം അങ്ങനെ. അത് അന്ന് കേട്ടോ. ഇന്നിപ്പോ വരാൻ ഇത്ര ലേറ്റ് ആയാലോ അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കരുത്. പാവമായതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കരുത്. എനിക്ക് സത്യമായിട്ട് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇന്നിപ്പോ എന്താ ഇപ്പൊ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മള് വേറെ എവിടെയെങ്കിലും കയറി ഫുഡ് കഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ സമയം കളയും. അന്ന് പക്ഷെ അത്ര അറിയില്ല. അപ്പൊ പെട്ടെന്ന് ഞാനിങ്ങനെ ഭയങ്കര സില്ലി അന്ന് ഭയങ്കര സില്ലി, ഭയങ്കര ആ ഏജല്ലേ ഉള്ളൂ, 20 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ മെച്യൂരിറ്റി ഒക്കെ ഉള്ളൂ. ഫസ്റ്റ് കണ്ടു.
അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു, നമ്മൾ കുറെ സംസാരിച്ചു. ഞങ്ങൾ പക്ഷേ ഈ മൂവിക്ക് പോക്ക് അതൊക്കെ കുറവായിരുന്നു കേട്ടോ. ത്രൂ ഔട്ട് നമ്മൾ സംസാരിക്കുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ മൂവിക്ക് പോയി അത്രയും നേരം തിയേറ്ററിന്റെ ഉള്ളിൽ നമ്മളൊരു മൂവി വാച്ച് ചെയ്യാനിരിക്കുക. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ലീവിന് വരുമ്പോഴേ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലീവിന് വരുമ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും സംസാരിക്കാം. നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഓൾറെഡി ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ടാണ് ഞങ്ങൾ കാണുന്നത്, മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ മീറ്റ് ചെയ്യുന്ന സമയം നമുക്ക് ഭയങ്കര കുറവായതുകൊണ്ട് നമ്മൾ കൂടുതൽ സംസാരിക്കാനാണ് നോക്കുക. എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്ത് കുറേ നേരം സംസാരിക്കാം. അപ്പം മൂവിക്ക് പോയി കഴിഞ്ഞാൽ മൂവി നല്ലതാണ്. മൂവിയൊക്കെ പോയിരുന്നു. പിന്നെ ഞങ്ങൾ എന്താ പറയാ, മൂവി നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഒരു അതിന് മുന്നേ ഒരിക്കലും ഞങ്ങൾ മൂവിക്കൊന്നും പോയിട്ടില്ല. അതിന് കാരണം ഇതാണ്, കാരണം 2-3 വട്ടം നമുക്ക് മീറ്റ് ചെയ്യാൻ കിട്ടുക. 3 മണിക്കൂർ 4 മണിക്കൂർ ഒരു മൂവിക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നേരിട്ട് അപ്പോഴല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ സമയത്തൊക്കെ കൂടുതലും നമ്മൾ സംസാരിച്ചിരിക്കുക ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ നേരം സംസാരിക്കും, പിന്നെ ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പിരിയും. അങ്ങനെയാണ് എല്ലാ പ്രാവശ്യം. അങ്ങനെ ഫസ്റ്റ് മീറ്റ് കഴിഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ എൻ്റെ ലുക്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ കേട്ടോ പോയേ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാവോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ നിതുവിന് ഇഷ്ടമാവോ, അങ്ങനെ ഒരു ഇതില്ല. എനിക്ക് പ്രത്യേകിച്ച് കോൺഫിഡൻസ് ഇല്ലാത്തൊരു കോലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് നിതു എന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞത്, നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഇഷ്ടമായി, നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നുകൂടെ മീറ്റ് ചെയ്യാൻ പറ്റുമോ. അന്ന് വന്ന് ഈവനിങ് ഫോൺ ചെയ്തപ്പോൾ എനിക്ക് ആ ഫോൺ വിളിച്ച് അത്രയും നാളെ സംസാരിച്ചിരുന്ന് മീറ്റ് ചെയ്ത് വന്നന്ന് ഈവനിങ്ങിലുള്ള കോളിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഫീൽ ചെയ്തു. അതായത് അതുവരെ ഇല്ലാത്ത പോലെ ഭയങ്കര സ്നേഹം. എന്ന് വെച്ചാൽ നിതുവിനെ ഇങ്ങനെ വീണ്ടും കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഒരു എക്സൈറ്റ്മെന്റ്, എനിക്ക് ഇനിയും കാണണം, ലൈക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഇത്രയ്ക്കൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പോയി എനിക്ക്. ലൈക്ക് നമ്മളെ അങ്ങനെ എന്താ പറയുക, നമുക്ക് വേണ്ടി ഒരാൾ, അല്ലെങ്കിൽ നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ, അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. ആ കോളൊന്നും ഞാൻ മറക്കില്ല. ലൈക്ക് ലൈഫിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ എന്നെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ബിക്കോസ് അല്ല ഇതുമല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ച, ഇത്രയൊക്കെ നമ്മളെ ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ എന്ന് തോന്നിയൊരു മൊമെന്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. എന്നിട്ട് എന്നോട് എങ്ങനെയെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്ന് കണ്ടു വെച്ചോ, അതിന്റെ പിറ്റേന്റെ പിറ്റേന്ന് ഒന്നുകൂടെ ഞങ്ങൾ മീറ്റ് ചെയ്തു. പ്ലീസ് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് നിതുവിനെ വിളിച്ച് എങ്ങനെയെങ്കിലും കാണണം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ഒന്നുകൂടെ കണ്ടു. അങ്ങനെ വീണ്ടും മീറ്റ് ചെയ്തു. പിന്നെ ആ മന്ത് തന്നെയായിരുന്നു എൻ്റെ 20th പിറന്നാള്. ബർത്ത്ഡേ മെയ്യിലാണ്. ഏപ്രിൽ എൻ്റെ പിറന്നാളായിരുന്നു. അപ്പം ഏപ്രിൽ 30 നമ്മൾ പോണതിന് മുമ്പ് ഫൈനലായിട്ട് മീറ്റ് ചെയ്യാണ്. നിതു ലീവ് കഴിഞ്ഞ് തിരിച്ചു പോണതിന് മുമ്പ് ലാസ്റ്റായിട്ട് മീറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എൻ്റെ പിറന്നാളാണ് ആ മന്ത്. ഞാൻ പോലും അത് ഭയങ്കര കാര്യമായിട്ടൊന്നും, കാരണം ഞാൻ കൂടുതലും ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. ഭയങ്കര സെലിബ്രേഷൻ ഒന്നുള്ളൂ. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും കൂടെ വല്ല ടോഫിയൊക്കെ കൊടുക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് 30th കാണാൻ വന്നപ്പോൾ ഒരു സിൽവർ ചെയിനും സിൽവർ റിങ്ങും ഒക്കെ വാങ്ങിയിട്ട് വന്നിരിക്കുന്നു. ഞാൻ ഇങ്ങനെ എന്നെ ഊറ്റിയിട്ടുള്ളവരുണ്ടെങ്കിലുള്ളൂ, അല്ലാതെ എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടുന്നത്. ഒരു അത്രയും സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഉള്ളൊരു ഗിഫ്റ്റ് എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. എനിക്കിങ്ങനെ എന്നെ ഇതുവരെ ആരും അങ്ങനെയൊന്നും സ്നേഹിച്ചിട്ടില്ല. അങ്ങനത്തെ അത് ഗിഫ്റ്റിന്റെ വിലയുടെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ട്, നമ്മുടെ ഒരു ഡേറ്റ് ഓർത്തിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡേ അവർക്ക് സ്പെഷ്യൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അല്ലാതെ എക്സ്പെൻസീവ് സാധനം വാങ്ങി തന്നോണ്ടല്ല കേട്ടോ. അതല്ലാണ്ട് നമ്മൾ ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. ആ ഒരു ഡേ വാല്യൂ ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ശരിക്കും ഞെട്ടി. അതൊക്കെ മീറ്റ് ചെയ്ത് നമ്മൾ അത്രേ ആയിട്ടുള്ളൂ റിലേഷൻഷിപ്പ് ആ സമയത്ത്. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് പൊട്ടി, ഇത്രയും വർഷമായല്ലോ, 9 വർഷമായി. അത് പൊട്ടി എൻ്റെ കളറൊക്കെ പോയി. അപ്പം ഇതെന്നോട് പറയും, ഇത് എത്ര നാളായി, അതെന്തായാലും നാശമായി, എന്നാൽ നിനക്ക് കൊടുത്തൂടെ എന്നൊക്കെ ചെയ്യും. പക്ഷെ അത് കൊടുത്തല്ല, ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വൈൻ കുപ്പി പിന്നെ ഒരു വാച്ചിന്റെ സ്ട്രാപ്പ് ഇങ്ങനെയൊക്കെ പോയി. ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വാച്ച്, അതിന്റെ സ്ട്രാപ്പ് പോയത്, അതിന്റെ ഡയലും സ്ട്രാപ്പും 2 കഷ്ണമാണ്. പിന്നെ ഇതുപോലത്തെ സാധനങ്ങള്, പിന്നെ ഒരു വൈൻ ബോട്ടിലിന്റെ ഇത്, പിന്നെ അങ്ങനെ കുറെ സാധനം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സൂക്ഷിക്കാൻ പറ്റുന്ന അത്ര സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതും അതുപോലെ ഞാൻ കൊടുത്തൊരു ലെറ്ററൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കൈകൊണ്ട് എഴുതിയ ലെറ്ററൊക്കെ. എനിക്ക് അങ്ങനത്തെ
സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ പിള്ളേരുണ്ടെങ്കിൽ ഒന്നും സമയമില്ല. അതിനു മുമ്പ് ഇങ്ങനെ കുത്തിയിരുന്നൊക്കെ എഴുതുമായിരുന്നു ലോങ് ലെറ്റർ. അങ്ങനെയായിരുന്നു നമ്മുടെ ആ ഒരു ഫസ്റ്റത്തെ മീറ്റ് 2-3 മാസമൊക്കെ. അങ്ങനെ കുറെ നാള് റിലേഷൻഷിപ്പ് പോയി. പിന്നെ നമ്മുടെ ഇടയിൽ വഴക്കുകൾ എന്ന് പറയാനായിട്ട് ഉണ്ടായിട്ടുള്ളത് ഈ ഉറക്കത്തിന്റെ പ്രശ്നം പറഞ്ഞത്. എന്ന് വെച്ചാൽ നിധുവിന് അവിടെ ഡ്യൂട്ടി ആകുമ്പോൾ നൈറ്റ് ആകുമ്പോൾ ഉറക്കം വരുമല്ലോ. സ്വാഭാവികമായിട്ട് ഇത്ര നേരം ഹാർഡ് വർക്ക് ചെയ്യണം. രാവിലെ തൊട്ട് 24 hour ഡ്യൂട്ടിയാണ്. എപ്പോഴും അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റണമെന്ന് അറിയില്ല. എനിക്കാണെങ്കിൽ കോളേജ് കഴിഞ്ഞ് വന്ന് എൻ്റെ തിരക്കും നമ്മൾ ഈ ആയുർവേദ മെഡിസിനാണ് പഠിക്കുന്നത്. കുറേ പഠിക്കാനുണ്ടാവും. കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് എല്ലാം കഴിഞ്ഞ് ഞാൻ നൈറ്റ് ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ എനിക്ക് സംസാരിക്കാനൊക്കെ ഒന്ന് ഫ്രീ ആയി കിട്ടുക. ആ സമയമാകുമ്പോഴേക്കും ഞങ്ങൾ സംസാരിച്ച് കുറച്ച് നേരത്തേക്കും ഇതിന് ഉറക്കം വരും. സംസാരിച്ചുകൊണ്ട് ഉറങ്ങി പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എങ്ങനെ ഉറങ്ങാൻ പറ്റണേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ വഴക്ക് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഉറക്കത്തിന്റെ ഒരു. അത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ മനസ്സിലായി എന്തൊരു വൃത്തിയുടെ പക്വത വന്നപ്പോ എല്ലാം മനസ്സിലായി. അല്ല നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണമല്ലോ. അല്ലെങ്കിൽ എവിടെയാണ് ലൈക്ക് നമ്മൾ കറക്റ്റ് ചെയ്യണം. നമ്മളെപ്പോഴും ഓപ്പോസിറ്റ് ആളുടെ രണ്ടുപേരെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും അത് എന്താ പറയാ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആ മിസ്റ്റേക്കിനെ അത് കറക്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നി ലൈക്ക് ഞാനും മനസ്സിലാക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സിറ്റുവേഷൻ. മനസ്സിലാക്കി മുന്നോട്ട് പോയപ്പോ ഞങ്ങളുടെ ഇടയിൽ ഇപ്പൊ വഴക്കുകളൊന്നും ഇല്ല എന്ന് പറയുന്നില്ല, എന്നാലും കൂടെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അത് പിന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മുടെ ഇടയിൽ ഡിസഗ്രിമെന്റ്സ് വളരെ കുറവായിരുന്നു. കുറവെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പെടങ്ങളല്ലാതെ അല്ലാത്ത രീതിയിൽ ഡിസഗ്രിമെന്റ്സ് കുറവായിരുന്നു. അതിനായിരുന്നു അത് എത്ര വയസ്സുള്ളപ്പോൾ 21 വയസ്സും നിധുവിന് 10-26 വയസ്സൊക്കെ ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ. അത് അത്രയും ചെറിയ ഏജിലൊക്കെ ഉള്ള. അതിൽ കുറച്ച് മെച്ചുവർ ആയി കഴിഞ്ഞപ്പോൾ റിലേഷൻഷിപ്പ് എന്താ പറയുക ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കുറച്ച് മെച്ചുവർ ആവും. നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടെ സീരിയസ് ആവും. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും കുറച്ച് മെച്ചുവർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഡിസഗ്രിമെന്റ്സ് അതനുസരിച്ച് കുറയും. നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് 20-ഉം നിധുവിന് 25 വയസ്സുമാണ്. 25.5 വയസ്സുമാണ്. ഞങ്ങൾ തമ്മിൽ 5.5 വയസ്സിന് വ്യത്യാസമാണ് കേട്ടോ. അപ്പൊ അത്രയും വയസ്സാണ്. 19 ഏപ്രിൽ 20 പിറന്നാളായിരുന്നു. മെയിലാണ് എൻ്റെ 20th ബർത്ത്ഡേ. അപ്പൊ ആ സമയത്താണ് നമ്മൾ റിലേഷൻഷിപ്പിലാവുന്നത്. അപ്പൊ കറക്റ്റ് 5.5 വയസ്സ്. 25 വയസ്സുള്ളൂ. ചെറിയ പയ്യനായിരുന്നു. ഇപ്പത്തെ കാൽക്കുലേറ്റ് ചെയ്യണ്ട. ഇനി അത് കഴിഞ്ഞിട്ടുള്ള കടമ്പായിരുന്നു വീട്ടില് പറയേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ പ്രേമിച്ച് നടന്നു. എല്ലാ ലീവിനും പറയണതിന് മുന്നേ ഒരു വട്ടം അമ്മ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ഈ ലാസ്റ്റ് ടൈമൊക്കെ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ അങ്ങനെ നമ്മള് കുറെ പ്രേമിച്ച് നടന്നു. എല്ലാ വട്ടം ലീവിന് വരുമ്പം 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടം മാക്സിമം റെയർ ആയിട്ട് 2 വട്ടമായിട്ട് വരാറുള്ളൂ. 110 കിലോമീറ്റർ എന്ന് പറയുന്നില്ല, കാരണം ഞാൻ പെരുമ്പാവൂർ ചെല്ലും. ഞാനന്ന് സ്റ്റുഡൻ്റ് ആണല്ലോ. അപ്പൊ ആ സമയത്ത് എനിക്ക് അത്ര ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം എനിക്ക് അത്രയും ലോങ് പോയി തിരിച്ചു വരാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലും. അങ്ങനെ നമ്മൾ എല്ലാ ലീവും കാണുമായിരുന്നു. എല്ലാ ലീവും നമ്മൾ മീറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഡെയിലി നമ്മൾ ഫോൺ വിളിക്കാത്ത ദിവസങ്ങളുണ്ടായില്ല. അത് മാത്രല്ല കേട്ടോ, ഒരു വട്ടം എനിക്കും എന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ഇതുവരെ എന്താ പറയാ ബസ്സിൽ എന്താ പറയാ പെരുമ്പാവൂര് കടന്നിട്ട് ട്രാവൽ ചെയ്യാതല്ല. ചാലക്കുടി എന്താ പറയാ മാമന്റെ വീടൊക്കെ ചാലക്കുടി. അപ്പൊ ചാലക്കുടിയൊക്കെ അവര് പോവാറുണ്ട്. ഒറ്റയ്ക്ക് ഇതുവരെ ഇത്രയും ലോങ് ആയിട്ട് ട്രാവൽ ചെയ്തിട്ടില്ല. അന്ന് ബർത്ത്ഡേ ആയിട്ട് എന്റെ തൃശ്ശൂര് എനിക്ക് പോലും അറിയത്തില്ല. എനിക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇവര് എല്ലാരെയും എന്താ പറയാ വിളിച്ച് ഒരു സർപ്രൈസ് ഞങ്ങൾ തൃശ്ശൂർ വടക്കുനാഥന്റെ ഗ്രൗണ്ടില് റൗണ്ടില് തൃശ്ശൂർ വെച്ച് ഒരു കേക്ക് കട്ടിങ് ഒക്കെ നടത്തി സർപ്രൈസ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അനു ഇത്രയും ദൂരത്ത് നിന്ന് ഒറ്റയ്ക്ക് ബസ്സിൽ, അത് KSRTC ബസ്സിലൊക്കെ അവിടെ നിന്ന് ഇത്രയും ദൂരത്ത് ട്രാവൽ ചെയ്ത് വന്നിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിച്ച് എന്താ പറയാ ഒരു സർപ്രൈസ് തരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാൻ നിധുവിന്റെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും ഭയങ്കര നിധുവിന്റെ ഫ്രണ്ട്സ് ലൈക്ക് നമ്മൾ ഒരുപോലെ ഭയങ്കര ക്ലോസ് ആണ് ഇപ്പോഴും. അതെ, ഇപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് ഇന്നും. അപ്പൊ ഞാൻ അവരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ വരുന്നുണ്ട് ചേട്ടാ. അവർക്ക് എന്ത് പറയാനുള്ള റെഡിയാണ് കേട്ടോ. ഒരു സർപ്രൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പോലും അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കും. അപ്പോൾ അവര് ഇതുപോലെ ഗ്രൗണ്ടില് ഇതുമായിട്ട് ഇവര് ഇത് നാട്ടിൽ വന്ന ഈ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഫുൾ ടൈം. അപ്പൊ എവിടെ വിളിച്ചാലും ഡൗട്ടൊന്നും തോന്നില്ല. അങ്ങനെ വടക്കുന്നാഥന്റെ അമ്പലത്തിന്റെ ആ ഗ്രൗണ്ടിൽ ഇവരെല്ലാരും കൂടെ അവിടെ നിന്ന് വട്ടം കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഞാൻ ബാക്കിനെ വിളിച്ചപ്പോ അതെന്നെ ശരിക്കും ഷോക്കായി. കാരണം അവിടെ ഞാൻ എത്തുമെന്ന് ഒരു എക്സ്പെക്ടേഷനും ഇല്ല. അന്ന് ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാരും കൂടെ അവിടെ കേക്കൊക്കെ കട്ട് ചെയ്തു, നമ്മള് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു, ഫുഡൊക്കെ കഴിച്ച്
എന്നിട്ട് അല്ല തിരിച്ച് ഞാൻ കൊണ്ടാക്കില്ലേ ഇത് തിരിച്ച് ഞാൻ എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അവളെ ഞാൻ കൊണ്ടാക്കി. പിന്നെ ഒരു പ്രാവശ്യം സർപ്രൈസ് കൊടുത്തിട്ട് ഇതായകണ ആഗ്രയിൽ വെച്ചിട്ട്. അവിടെ എനിക്ക് അന്ന് ഹിന്ദിയും അറിയില്ല, അവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷും മര്യാദയ്ക്ക് അറിയില്ല. എന്നിട്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയും, അവിടെ ഉള്ളവർ ഹിന്ദി പറയും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭാഷയെ മനസ്സിലാവുന്നില്ല. നിതുവിൻ്റെ അവിടെയുള്ള ആർമിയിലുള്ള ഫ്രണ്ട്സ് എങ്ങനെയൊക്കെയോ പറഞ്ഞ് നിതുവിൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് അത് ഇതിലും ഷോക്കായിരുന്നു തോന്നുന്നു. കാരണം ഇതാണ് ഇതിന്റെ ബൈ പ്രൊഡക്റ്റിൽ ഒരാള് ചേച്ചിയുടെ വീട്ടിലാണ്, ഒരാള് ചേച്ചിയുടെ വീട്ടിൽ ഉറക്കിയിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തതാ. നല്ല ഈ വക പരിപാടിക്ക് ഒന്നും സമ്മതിക്കില്ല. അച്ഛക്കുട്ടി ഇവിടെ ഇരുന്ന് അച്ഛമ്മ വീഡിയോ എടുക്കണം, ഡീസെന്റ് ആയിട്ടിരിക്കണം. അച്ഛനും അമ്മയുടെ ലവ് സ്റ്റോറി ഇനിയിപ്പോ ഇവർക്കൊന്നും കുഴപ്പമില്ല, ലവ് സ്റ്റോറി യൂട്യൂബിൽ കാണാം. മേഡം സമ്മതിക്കില്ലടാ. ഞങ്ങൾ അന്ന് ഇവനെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ബാക്കി. അപ്പം നിതുവിന്റെ വീട്ടില് നിതു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റിലേഷൻഷിപ്പിലായി കുറച്ചായപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിതുവിന്റെ അമ്മയ്ക്കും ഫാമിലിക്കും ഒക്കെ അറിയായിരുന്നു കേട്ടോ ഓൾറെഡി നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം. എൻ്റെ വീട്ടിൽ ഞാൻ അപ്പം പറഞ്ഞിട്ടില്ല. പിന്നെ സെക്കൻഡ് ഇയർ ഒക്കെ കഴിയാറായ ആ ഒരു സമയത്ത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ നിതു എനിക്ക് ഫോണിൽ മെസ്സേജ് അയച്ചപ്പോൾ ഒരു ഹാർട്ടോ എന്തോ മെസ്സേജ് അയച്ചത് എൻ്റെ അമ്മ കണ്ടു. ഞാനിങ്ങനെ ആ സ്ക്രീൻ ഓൺ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു തീർന്നു, അമ്മ എന്നെ അമ്മ ബ്ലഷ് ചെയ്തു. അമ്മ പെട്ടെന്ന് ബ്ലഷ് ചെയ്യണത് ഞാൻ കണ്ടു. അത് ഞാൻ എന്ത് പറ്റി, മേ ബി നമ്മുടെ ഏജ് അത്ര ആയല്ലോ, നമ്മൾ സെക്കൻഡ് ഇയർ ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു 21, 22 ഒക്കെ ആയി, ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവാം എന്നുള്ളൊരു ധാരണ നമ്മുടെ പേരൻസിനും ആയെന്ന് തോന്നുന്നു. ഒരു കുറച്ചുകൂടെ ടീനേജ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്താ ഉണ്ടാവാന്ന് അറിയില്ല, അത് കുറച്ചുകൂടെ ഏജ് ആയല്ലോ, അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അമ്മയുടെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അമ്മ അപ്രോച്ചബിൾ ആണ്, അമ്മ അടുത്ത കാര്യം എല്ലാം അവതരിപ്പിക്കാം. ബിക്കോസ് അമ്മ കുറച്ച് ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അമ്മയുടെ ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ. അപ്പോൾ അമ്മയോട് ചോദിച്ചാൽ ആരാ അതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ എന്നോട് കുത്തി ചോദിക്കും, അങ്ങനെ ഒന്നും ചെയ്തില്ല. അത് പക്ഷെ നമ്മുടെ പേരൻസിൻ്റെ ഒരു പേരൻസ് നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ് ആണ് കേട്ടോ. നമ്മളൊരു ഇൻഡിവിജ്വലായി 18 വയസ്സ് കഴിഞ്ഞു, 22 വയസ്സായി, അവരുടെ ഡിസിഷൻസ് അവർക്ക് എടുക്കാനുള്ള മെച്യൂരിറ്റി ആയി എന്നുള്ളൊരു റെസ്പെക്റ്റ് നമ്മുടെ പേരൻസ് നമുക്ക് തരുന്നതിൻ്റെയും കൂടിയാണ് അത്. യൂഷ്വലി ബോയ്സിൻ്റെ വീട്ടിൽ അത്ര പ്രശ്നമില്ലെങ്കിലും യൂഷ്വലി ഗേൾസിന് എപ്പോഴും ആ ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ ആ ഒരു ഇതോ കിട്ടാറില്ല. അപ്പം ഞാനങ്ങനെ അമ്മയുടെ അടുത്ത് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇന്നതാണ് ഞങ്ങളിങ്ങനെയാണ് പരിചയപ്പെട്ടത്, ഇങ്ങനെ ഒരാൾ എനിക്ക് ഇഷ്ടമാണ്, ലൈക്ക് അന്ന് വെച്ചിട്ട് ഇപ്പം തന്നെ ഞങ്ങൾക്ക് മാരേജ് കഴിക്കാനല്ല, ഞങ്ങൾക്ക് പരസ്പരം നല്ലോണം അറിയാം, ഞങ്ങൾക്ക് ഓക്കെയാണ്, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ലൈക്ക് നമുക്ക് ഓരോ ഡ്രീംസ് ഉണ്ടല്ലോ, എനിക്ക് ഇന്ന രീതിയിൽ ജോബ് നോക്കണം എന്നൊക്കെയാണ് എൻ്റെ ഡ്രീം. ആള് ഓൾറെഡി വർക്ക് ചെയ്യാണ്. അപ്പം നമ്മൾ നമ്മുടെ ഡ്രീമും കരിയറും ഒന്നും വിട്ടിട്ട് നാളെ വെക്കുന്ന കല്യാണം കഴിക്കാനല്ല, പക്ഷെ ഇതൊന്നും വീട്ടിൽ പറഞ്ഞു വെക്കുകയാണ് ഞാൻ, ഇങ്ങനെയൊക്കെയാണ് അമ്മ എപ്പോഴെങ്കിലും, ഇപ്പം അച്ഛൻ്റെ അടുത്ത് പറയണ്ട, എപ്പോഴെങ്കിലും അച്ഛൻ്റെ അടുത്ത് സംസാരിച്ച് നോക്ക്, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചു. അപ്പം അമ്മ ഇങ്ങനെ കുറച്ച് നേരം അമ്മേനോട് സംസാരിച്ച അമ്മയ്ക്ക് കുഴപ്പമില്ല, അമ്മ ആളുടെ അടുത്ത് സംസാരിക്കട്ടെ, അതായത് നിതുവിൻ്റെ അടുത്ത് സംസാരിക്കട്ടെ, എന്താ നോക്കട്ടെ, അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അമ്മ ഓൾറെഡി സെറ്റായി. പിന്നെ എൻ്റെ അനിയത്തി ആദ്യം തൊട്ടേ, അവളോട് ഞാൻ എല്ലാം പറയും കേട്ടോ, എല്ലാ കാര്യവും പറയാറുണ്ട്. അവൾ ആദ്യം തൊട്ടേ എൻ്റെ കട്ട സപ്പോർട്ടാണ്. ആദ്യം മുതലേ അവളോട് ഞാൻ മറച്ചു വയ്ക്കുന്ന ഒരു കാര്യമില്ല. അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ പോലെയാണ്. അവൾക്ക് ഓൾറെഡി അറിയായിരുന്നു. അവളും അവളുടെ നിതു ചേട്ടനും അവരിപ്പോഴും ഭയങ്കര കമ്പനിയാണ്. കമ്പനി ഇൻ ദ സെൻസ് കണ്ട ശരിക്കും ഒരു സിബ്ലിങ്സിന്റെ പോലെയാണ്. അടിയാണ് ചക്കട്ടേന്ന് കണ്ടു കഴിഞ്ഞാൽ, തമാശക്കുള്ളത്. അവർ അന്നോട്ടേ നല്ല കമ്പനിയാണ്. അപ്പൊ ഫാമിലിയിൽ ഇനി അച്ഛനാണ് അറിയാനുള്ളൂ. അപ്പൊ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി, അമ്മ എന്നോട് പറഞ്ഞൊന്നുമില്ല, പക്ഷെ അച്ഛൻ ഇങ്ങനെ കുറേ 2 ദിവസമായിട്ട് ഭയങ്കര ചിന്തയിലൊക്കെയാണ്. അതെനിക്ക് പെട്ടെന്ന് ഫേസ് മാറുമ്പോൾ, നമ്മുടെ പേരൻസിന്റെ ഫേസ് മാറുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അച്ഛൻ കഴിക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അത് എനിക്ക് തോന്നുന്നു ഒരു 3rd ഇയർ, അത് കഴിഞ്ഞ് പിന്നെ കുറച്ചാൾ അച്ഛൻ എന്നോട് ഇതിനൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല, ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചൊന്നുമില്ല. അങ്ങനെ ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞ് ഫൈനൽ ഇയറിന്റെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ നമ്മളൊന്നുകൂടെ സീരിയസ് നോട്ടിൽ വീട്ടില് പറഞ്ഞ് മുന്നോട്ട് കിടക്കാം എന്ന് ഇതായത്. അങ്ങനെ പിന്നെ ഒരു ദിവസം നിതുവിനോട് വന്ന് കാണാൻ പറയാൻ പറഞ്ഞു, വീട്ടിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞു, കാണാൻ പറഞ്ഞു.
അപ്പോഴും ഇതൊരു പെണ്ണ് കാണലാണെന്നുള്ള രീതിക്ക് ഞാൻ ചിന്തിക്കില്ല. സംസാരിക്കാം, നേരിട്ട് കണ്ട്, കാരണം നമ്മള് ഫോണിൽ കൂടെയല്ല സംസാരിക്കും. അപ്പൊ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാനായിട്ട് വീട്ടിലേക്ക് അച്ഛൻ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഫ്രണ്ട്സായിട്ട് വന്നു. അന്ന് ഡ്രസ്സൊക്കെ വാങ്ങാൻ പോയത് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഗേൾഫ്രണ്ടിന്റെ ഫാമിലിനെ മീറ്റ് ചെയ്യാണ്. ഗേൾഫ്രണ്ടിന്റെ ഫാമിലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് പോയി. അപ്പൊ പോണ വഴിക്ക് എന്റെ ഫ്രണ്ട്സ് ഭയങ്കര നീ എന്താ പറയാ ഭയങ്കര മോശമാണോ, നീ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോകുമ്പോ ഈ ഡ്രസ്സാണോ, എന്നിട്ട് പോണ വഴിക്ക് പാതിന്ന് ഇവരുടെ അവിടെ നിന്ന് കടകളൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇവരുടെ വീടിന്റെ അവിടെ എത്താറായി. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് പെരുമ്പാവൂര് എന്താ പറയാ അവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ പിന്നെയും തിരിച്ചു പോയിട്ട് പിന്നെ അവിടെ പോയി ഡ്രസ്സ് പാന്റ് എടുത്ത് ഷർട്ട് എടുത്ത് എന്നിട്ടാണ് കാണാൻ പോയത്. എന്നിട്ട് ഇവര് പെണ്ണ് കാണാനായിട്ട് വരാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത വീട്ടിലെത്തുന്നില്ല. ഇപ്പൊ എത്തുന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇവര് ഇതുവരെ എത്താത്ത, ആദ്യമായിട്ട് ഒരു വീട്ടിൽ ഇൻവൈറ്റ് ചെയ്ത് ഇപ്പൊ എത്തുന്ന പറഞ്ഞ ആൾക്കാർ അപ്പൊ തന്നെ ലേറ്റ് ആണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ വന്നു. വീട്ടിൽ വന്ന് പ്രേമിച്ച പെണ്ണിനെ പെണ്ണ് കാണാൻ പോവാ. എല്ലാവരുമായിട്ടിരുന്ന് സംസാരിച്ചു. നിതുവിന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അച്ഛാ ഞങ്ങളിങ്ങനെ ഇത്ര നാളായിട്ടൊക്കെ ഫ്രണ്ട്സാണ്, ഇവനിങ്ങനെ ഇത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും കുറെ സംസാരിച്ചു. പിന്നെ നിതു അച്ഛനും സംസാരിച്ചു. പിന്നെ പറഞ്ഞു നമുക്ക് എന്നാ പേരൻസ് ആയിട്ട് ഇനി ഫാമിലി ആയിട്ട് ഒരു പ്രാവശ്യം വായോ, അപ്പൊ നമുക്ക് എല്ലാരുമായിട്ട് ഞാൻ കാരണം ലീവ് കഴിഞ്ഞ് പോണേന്റെ സമയത്ത് അങ്ങണ്ടായിരുന്നു പോയി കണ്ടത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലീവില് ഞാൻ എന്റെ ഫാമിലി ആയിട്ട് പോയി, അമ്മ അങ്ങനെയുള്ളവരൊക്കെ പോയിട്ട്. പിന്നെ നെക്സ്റ്റ് പെണ്ണ് കാണാറുണ്ട് ഇവര് ഫാമിലി എല്ലാരും ഹൗസ് ഏജൻസിയിലായിരുന്നു. അതിന് മുന്നേ കാരണം നമ്മൾ അപ്പൊ തന്നെ കല്യാണം നടത്താനല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി മാത്രമായിരുന്നു. കുട്ടീനെ ഇഷ്ടായി എല്ലാരും വന്നു. അന്ന് ഒരുങ്ങിയതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കാണാൻ പറ്റില്ലേ. പെണ്ണ് കാണാനുള്ള 2 ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. അന്ന് പക്ഷെ ഇന്നിപ്പോ ഈ വ്ലോഗ് എടുക്കണോണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത്രയും വീഡിയോസ് എടുക്കുന്നത്. ഞാൻ അങ്ങനെ എവിടെയെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് ക്യാമറ ഓപ്പൺ ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ലായിരുന്നു. കാരണം എനിക്ക് മടിയാണ്, കാരണം ഞാൻ ആ മൊമെന്റ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ വ്ലോഗിങ് തുടങ്ങിയോണ്ട് മാത്രമാണ് ഇങ്ങനെ ക്യാമറ എടുത്ത് ഇതൊക്കെ. പക്ഷെ അത് നന്നായിട്ടോ, കാരണം എനിക്ക് കുറെ ക്ലിപ്സ് ഇപ്പൊ ഉണ്ട്, നല്ല കുറെ മൊമെന്റ്സിന്റെ. അന്നും എടുത്ത് വെക്കായിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് സെറ്റായി. അപ്പൊ ഞങ്ങൾ എന്തായാലും ഹൗസ് ഏജൻസി കഴിഞ്ഞ് ഞാൻ വർക്കിന് കയറിയിട്ട് മാരേജ് ചെയ്യാമെന്നായിരുന്നു ഞങ്ങളുടെ ഡിസിഷൻ. പക്ഷെ ഫാമിലി എല്ലാരും കൂടെ പറഞ്ഞ് ഇതൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവർക്ക് പെട്ടെന്ന് എല്ലാം പിന്നെ ഷടപടാമേ. അപ്പൊ പിന്നെ എൻഗേജ്മെന്റ് ചെയ്തു വെച്ചു 1 ഇയർ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ HSം കഴിഞ്ഞിട്ട് ജോബിലേക്ക് കയറിയിട്ട് നടത്താമെന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഫാമിലി പിന്നെ അതൊക്കെ ചടപടാൻ നോക്കിയിട്ട് ഞാൻ എന്റെ HS തീരാറായപ്പോഴേക്കും നമ്മുടെ മാരേജ് 1 മന്ത് എന്തോ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും മാരേജ് ആയി. ഞാൻ പക്ഷെ അപ്പോഴും ഞാൻ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ട്യൂട്ടറിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ HS എൻ്റെ ഇട സമയത്ത് ഒരു 1 മന്ത് ബാക്കിയുള്ളപ്പം മാരേജ് കഴിഞ്ഞു. അതിന് മാരേജ് കഴിഞ്ഞിട്ട് വീണ്ടും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മള് മാരേജിന്റെ കാര്യം എന്താ പറയാ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അല്ലേ. അപ്പോഴേക്കും എത്ര വർഷമായി? 5 വർഷം. ഒരു വർഷം ഓക്കെ, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷം കാത്തിരിപ്പാണ്. നമ്മൾ അത്രയും നാള് സ്നേഹിച്ച ആളല്ലേ, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാം. ഇപ്പൊ നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല മാരേജ് എന്ന് പറയുമ്പോൾ. ലൈക്ക് അറിയാത്ത ആരോ ആണ് അങ്ങനത്തെ ഒരു സാധനമല്ലല്ലോ. നമ്മൾ അത്രയും നാള് ഈ ലീവിന് വരുമ്പോൾ മാത്രം കാണുന്ന ആള് ഇനി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ആ ഒരു എക്സൈറ്റ്മെന്റും ഇതൊക്കെ ഉണ്ട്. മാരേജിന്റെ തലേന്നൊന്നും ഉറങ്ങിയിട്ടില്ല തോന്നുന്നു. നമ്മള് ഫോണൊക്കെ ചെയ്ത് ഇപ്പോഴും ഉറക്കുന്നുണ്ട്. 2:30-2 മണി സമയത്തൊക്കെ ഫോൺ ചെയ്ത് നാളെ നമ്മുടെ മാരേജ് ആണ്. ഇത്രയും വർഷം പ്രേമിച്ചിട്ട് 5 വർഷം, ഇത് 10 അല്ലേ, സോറി 5 വർഷമായിരുന്നു ഞങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരുന്നുണ്ടായിരുന്നത്. അങ്ങനെ 5 വർഷത്തെ നീണ്ട പ്രണയത്തിന് ശേഷം ഞങ്ങൾ കല്യാണം കഴിച്ച് 2022 ഒക്ടോബർ 20 ഞങ്ങളുടെ കല്യാണം 3 ദിവസമായിരുന്നു. 24-ാം തീയതി ഇവിടെ റിസപ്ഷൻ ആയിരുന്നു. അതല്ലല്ലോ കല്യാണം. എന്റെ ഇവിടുത്തെ കാര്യം ഓർക്കണേ. 24-ാം തീയതി ഇവിടെ പരിപാടി, 22-ാം തീയതി നമ്മുടെ ഹൽദി സംഭവം, 23-ാം തീയതി നമ്മുടെ കല്യാണം. ഒക്ടോബർ 23, 2022. ഞങ്ങൾ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞങ്ങള് എന്റെ വീട്ടിലെ പ്രോഗ്രാം ഞങ്ങള് പിറ്റേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 24-ാം തീയതി നമ്മുടെ റിസപ്ഷൻ.
റിസപ്ഷൻ ഇവിടെ ഇതിന്റെ വീട്ടില്. അങ്ങനെ 3 ദിവസത്തെ കല്യാണം. സ്നേഹിച്ച് കല്യാണം കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും ഒരു 3 വർഷം, 4 വർഷമായില്ലേ? 4 വർഷമായി. 2000 ഒക്ടോബറിൽ 4 വർഷമാവും. 4 വർഷം റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ഇപ്പം 9 വർഷമായി. ഈ 9 years ട്വിൻ ബേബീസ്, 2 ട്വിൻ ബേബീസ് ഉണ്ട്. നൈറ എ നിതിൻ ആൻഡ് നീൽ എ നിതിൻ. ഒരു ഗേൾ ബേബിയും ഒരു ബോയ് ബേബി. അതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റോറി ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ 2 ബൈ പ്രോഡക്റ്റ് ട്വിൻ ബേബീസ്. അതെ, ഉറങ്ങിപ്പോയി. വീഡിയോ എടുക്കുമ്പോൾ ചെറിയ അലമ്പായിരുന്നു. അപ്പൊ ചേച്ചി കൂടി കൊടുത്തു. രണ്ടുപേരെയും അവർ ഉറക്കി ഇതാ തന്നിട്ടുണ്ട്. ഇതാണ് നൈറ എന്നതിൻ, നീൽ എന്നതിൻ. ഇവളാണ് 1 മിനിറ്റിന് മൂത്ത ചേച്ചി, കുഞ്ഞു ചേച്ചി. നല്ല ഉറക്കാണ്. അപ്പൊ അങ്ങനെ ഇവിടം വരെ എത്തി നിൽക്കുന്നു നമ്മുടെ റിലേഷൻഷിപ്പ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലവ് സ്റ്റോറി, നമ്മുടെ മാരേജ്. ഇനി അതിനുശേഷം ഞങ്ങൾ പിന്നെ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയത് നമ്മുടെ പ്രഗ്നൻസി, ട്വിൻ പ്രഗ്നൻസിയുടെ ഒരു സ്റ്റോറി. ആ ഒരു ഹോൾ സ്റ്റോറി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതും ഒരു സംഭവബഹുലമായ കഥയായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ എൻ്റെ ചാനലിലെ 2ാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ട ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി അല്ല, ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ് ആക്ച്വലി അത്. ഇതിന് ശേഷമാണല്ലോ അതൊക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് നൈറ ബേബി, നീൽ ബേബി ഒക്കെ വരുന്നത്. ലൈഫ് ഇപ്പം ഇങ്ങനെ കളറായിട്ടിരിക്കുന്നത്. ഹാപ്പി ആയിട്ട്. ലവ് സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ബൈ ബൈ. ഓക്കെ, ബൈ.